സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഒരു കമ്പനിയുടെയോ ഒരു സാമ്പത്തിക പ്രശ്നത്തിൻ്റെയോ ചരിത്രം മാത്രമല്ല. ഇത് ഒരു രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെ വർഷങ്ങളായി നയതന്ത്രപരമായ തീരുമാനങ്ങൾ കൊണ്ട് ദുർബലമാക്കി എന്നതിൻ്റെ ചരിത്രമാണ്. അതാണ് BSNL. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ BSNL സ്വാഭാവികമായി രോഗബാധിതമായ കമ്പനി ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് യാഥാർത്ഥ്യത്തെ മറച്ചുവെറിയുന്ന ഒരു പ്രസ്താവനയാണ്. സത്യം എന്താണ്? BSNL സ്വാഭാവികമായി തകരാറിലായിട്ടില്ല. അത് പദ്ധതിപൂർവ്വം ദുർബലമാക്കപ്പെട്ടതാണ്. ആദ്യഘട്ടം വിപണിയിൽ പ്രവേശനം നിഷേധിച്ചു. മൊബൈൽ വിപണി ഇന്ത്യയിൽ ആരംഭിച്ചപ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് തുടക്കത്തിൽ തന്നെ അവസരം നൽകി. പക്ഷേ BSNLന് 2002 വരെ മൊബൈൽ സേവനങ്ങളിൽ പ്രവേശിക്കാൻ അനുവാദം നൽകിയില്ല. അതായത് മറ്റുള്ളവർ മുന്നോട്ട് പോയപ്പോൾ BSNL പിന്നിൽ നിന്നു. രണ്ടാം ഘട്ടം വളർച്ച തടഞ്ഞു. 2007 മുതൽ BSNL പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ പോലും തടസ്സം നേരിട്ടു. വിപണി വേഗത്തിൽ വളർന്നപ്പോൾ BSNLനെ വികസിപ്പിക്കാൻ അനുവദിച്ചില്ല. മൂന്നാം ഘട്ടം സാങ്കേതികവിദ്യ നിഷേധിച്ചു. 4G ടെക്നോളജി ഇന്ത്യയിൽ വളർന്നപ്പോൾ BSNLനെ അത് അനുവദിച്ചില്ല. അതേസമയം സ്വകാര്യ കമ്പനികൾക്ക് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. BSNLനെ പഴയ സംവിധാനത്തിൽ കുടുക്കിവെച്ചു. നാലാം ഘട്ടം നീതിയില്ലാത്ത മത്സരം. സ്വകാര്യ കമ്പനികൾക്ക് അനുകൂലമായ നയങ്ങൾ കൊണ്ടുവന്നു. വില കുറച്ച് വിപണി പിടിച്ചെടുക്കാൻ അനുവദിച്ചു. BSNL മത്സരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തിച്ചു. അഞ്ചാം ഘട്ടം സാമ്പത്തിക ഭാരങ്ങളാണ്. BSNLനെ അനാവശ്യമായ ചിലവുകൾ ചുമത്തി. ഉദാഹരണത്തിന് ഈ പ്രക്രിയത്തിനായി വലിയ തുക ചിലവഴിക്കേണ്ടി വന്നു. പക്ഷേ അതിന് അനുയോജ്യമായ സ്വാതന്ത്ര്യം ലഭിച്ചില്ല. അവസാനമായി എന്ത് സംഭവിച്ചു? വർഷങ്ങളായി നടന്ന ഈ നടപടികൾ BSNLനെ ദുർബലമാക്കി. ഇത് ഒരു ദിവസത്തിൽ സംഭവിച്ച കാര്യമല്ല. ഇത് പല സർക്കാരുകളുടെ കാലയളവിൽ നടന്ന ഒരു നീണ്ട പ്രക്രിയയാണ്. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും BSNL നിലനിന്നു. എന്തുകൊണ്ട്? അത് ജീവനക്കാരുടെ പരിശ്രമം കൊണ്ടും ട്രേഡ് യൂണിയനുകളുടെ പോരാട്ടം കൊണ്ടുമാണ്. അതിനാൽ സത്യം ഇതാണ്: BSNL സ്വാഭാവികമായി തകർന്നതല്ല. അതിനെ വിപണിയിൽ പ്രവേശിപ്പിച്ചില്ല, വളരാൻ അനുവദിച്ചില്ല, പുതിയ സാങ്കേതികവിദ്യ നൽകിയില്ല, നീതിപൂർവമായ മത്സരം അനുവദിച്ചില്ല. ഇതെല്ലാം ചേർന്നാണ് BSNL ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത്. BSNL ഒരു പരാജയപ്പെട്ട സ്ഥാപനമല്ല, അത് ഒരു നയപരമായ തെറ്റുകളുടെ ഇരയാണ്. ഈ സത്യം നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇത് BSNLന്റെ മാത്രം കഥയല്ല, ഇന്ത്യയിലെ പൊതുമേഖലയുടെ ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്.